21-ാം നൂറ്റാണ്ടിന്റെ സൈനിക ചരിത്രത്തെ മാറ്റിമറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് നിരീക്ഷണാക്രമണ ഡ്രോണുകളാണ്. വ്യോമസേനയിലെ പൈലറ്റുമാരുടെ ജീവന് അപകടമില്ലാതെ ശത്രുരാജ്യങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കയറി കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കാനും ആക്രമണം നടത്താനും കഴിയുന്ന ഡ്രോണുകൾ ഇന്ന് ആഗോള സൈനിക മേധാവിത്വത്തിന്റെ പ്രതീകമാണ്. ഈ രംഗത്തെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി അന്താരാഷ്ട്ര ഉപരോധങ്ങളിൽ ശ്വാസം മുട്ടുന്ന ഇറാൻ തങ്ങളുടെ പക്കലുള്ള തികച്ചും രഹസ്യമായ ഒരു പുത്തൻ ആയുധം ഉപയോഗിച്ച് US വ്യോമസേനയുടെ അഭിമാനമായ MQ-9 റീപ്പർ ഡ്രോൺ വീഴ്ത്തിയെന്ന വാർത്ത ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം നടന്നുവെന്ന് പറയപ്പെടുന്ന ഈ സംഭവം വെറും ഒരു ഡ്രോൺ തകർച്ചയല്ല. ഇത് പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമുദ്രപാതകളിലെയും ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാന്റെ ഈ അത്ഭുത ആയുധത്തിന്റെ പിന്നിലെ രഹസ്യങ്ങളും ഈ സൈനിക നീക്കത്തിന്റെ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു. അമേരിക്കൻ സൈന്യത്തിന്റെ കണ്ണെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് MQ-9 ഡ്രോൺ. ജനറൽ ആറ്റോമിക്സ് നിർമ്മിച്ച ഈ അത്യാധുനിക അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കേവലം ഒരു നിരീക്ഷണ ഉപകരണം മാത്രമല്ല, തന്ത്രപ്രധാനമായ ലക്ഷ്യത്തിലേക്ക് ശരവേഗത്തിൽ ഹെൽഫയർ മിസൈലുകൾ തൊടുക്കാൻ ശേഷിയുള്ള മാരകമായ ഒരു ആക്രമണ പ്ലാറ്റ്ഫോം കൂടിയാണിത്. ഏകദേശം $30 മില്യൺ വിലമതിക്കുന്നതാണ് ഈ MQ-9 സിസ്റ്റം. സമുദ്രനിരപ്പിൽ നിന്നും 50,000 അടിയിലധികം ഉയരത്തിൽ പറക്കാനും തുടർച്ചയായി 24 മണിക്കൂറിലധികം ആകാശത്ത് തങ്ങി നിൽക്കാനും ഇതിന് കഴിയും. ഇതിലെ അത്യാധുനിക ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ശത്രുവിന്റെ ചലനങ്ങൾ അങ്ങേറ്റം കൃത്യതയോടെ നിരീക്ഷിക്കാൻ കഴിയും. ഇത്രയും വലിയ സാങ്കേതിക തികവുള്ള അമേരിക്ക പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാകാശ കോട്ടയാണ് പേർഷ്യൻ കടലിടുക്കിന്റെ തീരത്ത് തകർന്നു വീണത്. ഇത് അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗണിനെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ഈ ഡ്രോണുകളുടെ സുരക്ഷാ വലയങ്ങളെ ഭേദിക്കാൻ മറ്റൊരു പ്രാദേശിക ശക്തിക്ക് കഴിഞ്ഞു എന്നത് അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ ആഗോള മേധാവിത്വത്തിന് മേൽ ഏൽക്കുന്ന കനത്ത പ്രഹരമാണ്. ഈ വ്യോമാക്രമണം നടന്ന സ്ഥലം അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ആഗോള വിപണിയിലേക്കുള്ള ക്രൂഡ് ഓയിലിന്റെ 1/3 കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ഈ കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ദശാബ്ദങ്ങളായി അദൃശ്യമായ പോരാട്ടങ്ങൾ നടക്കുന്നുമുണ്ട്. ഇറാനിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലെ തന്ത്രപ്രധാനമായ ഗേഷ് ദ്വീപിന് സമീപം നിരീക്ഷണം നടത്തുകയായിരുന്ന അമേരിക്കൻ ഡ്രോണിനെയാണ് ഇറാന്റെ പുതിയ പ്രതിരോധ സംവിധാനം ലക്ഷ്യമിട്ടത്. ഫ്രാൻസ് ന്യൂസ് ഏജൻസി ഉൾപ്പെടെയുള്ള ഇറാനിയൻ സർക്കാർ അനുകൂല മാധ്യമങ്ങൾ ഇതിനെ ഈ പുതിയ ആയുധത്തിന്റെ ആദ്യത്തെ വിജയകരമായ യുദ്ധവിന്യാസമായി വിശേഷിപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കൻ അധികാരികൾ തങ്ങളുടെ ഡ്രോൺ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായ സ്ഥിരീകരണങ്ങൾ നൽകാൻ മടിക്കുകയാണ്. സ്വതന്ത്ര അന്താരാഷ്ട്ര നിരീക്ഷകർക്കും ഈ അവകാശവാദം പൂർണ്ണമായി ലാബുകളിൽ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും തങ്ങളുടെ തന്ത്രപ്രധാനമായ ദ്വീപുകൾക്ക് ചുറ്റും ഇറാൻ ഒരു അദൃശ്യ വ്യോമ പ്രതിരോധ മതിപ്പ് തീർത്തിട്ടുണ്ടെന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. ഈ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഇറാൻ നൽകിയിരിക്കുന്ന പേര് അങ്ങേയറ്റം ശ്രദ്ധേയമാണ്. അരാഷി കമാൻഗീർ പേർഷ്യൻ ചരിത്രത്തോടും ദേശീയാഭിമാനത്തോടും വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേരാണിത്. പേർഷ്യൻ പുരാണങ്ങളിലെയും നാടോടി കഥകളിലെയും ഏറ്റവും പ്രശസ്തനായ വീരനായകനായ അരാഷ് ദി ആർച്ചർ അഥവാ അരാഷ് വില്ലാളി. ഐതിഹ്യങ്ങൾ പ്രകാരം ഇറാനും ശത്രുരാജ്യവും തമ്മിലുള്ള കടുത്ത യുദ്ധത്തിനൊടുവിൽ അതിർത്തി നിർണ്ണയിക്കുന്നതിനായി അരാഷ് ഒരു അമ്പ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടു. സ്വന്തം ജീവൻ പൂർണ്ണമായും ആ അമ്പിലേക്ക് ആവാഹിച്ച് തന്റെ സർവ്വശക്തിയും എടുത്ത് അരാഷ് ഈ അമ്പ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ പോയി ഒരു മരത്തിൽ തറയ്ക്കുകയും അത് ഇറാൻ രാജ്യത്തിന്റെ പരമാധികാര അതിർത്തിയായി മാറുകയും ചെയ്തു. ഇത്തരത്തിലൊരു വിശ്വാസമാണ് നിലനിൽക്കുന്നത്. ആ അമ്പ് ചെയ്ത ഉടൻ തന്നെ അരാഷിന്റെ ശരീരം തകർന്നു പോയതായും കഥകൾ പറയുന്നു. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ സ്വന്തം ജീവൻ ബലി നൽകാനും മടിക്കാത്ത വീര്യത്തിന്റെ പ്രതീകമാണ് ഇറാൻകാർക്ക് അരാഷ്. തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനത്തിന് ഈ പേര് നൽകുന്നതിലൂടെ അമേരിക്കയ്ക്ക് അതിന്റെ സഖ്യകക്ഷികൾക്കും ശക്തമായൊരു രാഷ്ട്രീയ സന്ദേശമാണ് ടെഹ്റാൻ നൽകുന്നത്. ഞങ്ങളുടെ അതിർത്തി ലംഘിക്കുന്ന ഏത് വലിയ ശത്രുവിനെയും തകർക്കാൻ പോകുന്ന അമ്പുകൾ തങ്ങളുടെ പക്കലുണ്ട്. ഇറാനിയൻ സൈനിക വൃത്തങ്ങളിൽ നിന്നും പ്രതിരോധ നിരീക്ഷകരിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അരാഷി കമാൻഗീർ ഒരു സാധാരണ ഉപരിതല വായു മിസൈൽ സംവിധാനമല്ല. പരമ്പരാഗത റഡാറുകളെ വെട്ടിച്ച് പറക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശത്രുക്കളെ ലക്ഷ്യമിടാനാണ് ഇത് പ്രധാനമായും വികസിപ്പിച്ചെടുത്തത്. അരാഷി കമാൻഗീറിന്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സാധിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളെയും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള ഡ്രോണുകളെയും കണ്ടെത്താൻ ഇതിലെ വിപുലമായ റഡാർ ശൃംഖലയ്ക്ക് കഴിയും. സ്വന്തമായി സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ ശത്രുവിമാനങ്ങളിൽ നിന്നുള്ള റേഡിയോ തരംഗങ്ങളും താപവ്യതിയാനങ്ങളും മാത്രം നിരീക്ഷിച്ച് ലക്ഷ്യത്തെ കണ്ടെത്തുന്ന രീതിയാണിത്. ഇതിലൂടെ മിസൈൽ വിക്ഷേപിക്കുന്നത് വരെ തങ്ങൾ നിരീക്ഷണത്തിലാണെന്ന വിവരം ശത്രുവിമാനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല.
വലിയ റഡാർ കേന്ദ്രങ്ങളെയും സ്ഥിരമായ ലോഞ്ചിംഗ് തറകളെയും ആശ്രയിക്കുന്ന പഴയ രീതിക്ക് പകരം ഈ സംവിധാനം ചെറിയ യൂണിറ്റുകളായി മിനിറ്റുകൾക്കുള്ളിൽ വിന്യസിക്കാനും സ്ഥലം മാറാനും കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ശത്രുക്കളുടെ തിരിച്ചടിയിൽ നിന്നും ആയുധത്തെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യമാണ് ഇറാൻ. തന്മൂലം വിദേശത്തു നിന്നും അത്യാധുനിക യുദ്ധവിമാനങ്ങളോ സാങ്കേതിക വിദ്യകളോ ഇറക്കുമതി ചെയ്യാൻ ഇറാന് സാധിച്ചിരുന്നില്ല. ഈ കടുത്ത പ്രതിസന്ധിയെ മറികടക്കാൻ ഇറാൻ സ്വീകരിച്ച തന്ത്രമാണ് അസിമെട്രിക് വാർഫെയർ അഥവാ അസാമാന്യമായ യുദ്ധമുറ. വില കൂടിയ വിമാനങ്ങളും കപ്പലുകളും നിർമ്മിക്കുന്നതിന് പകരം ശത്രുവിന്റെ വലിയ ആയുധങ്ങളെ കുറഞ്ഞ ചെലവിൽ തകർക്കാൻ കഴിയുന്ന മിസൈലുകളുടെ ചെറുകിട ഡ്രോണുകളും സ്വന്തമായി വികസിപ്പിക്കുക എന്നതായിരുന്നു ഇറാന്റെ നയം. ഇതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അരാഷി കമാൻഗിർ. ഒരു MQ-9 നിർമ്മിക്കാൻ അമേരിക്കയ്ക്ക് കോടിക്കണക്കിന് രൂപ ചെലവാകുമ്പോൾ അതിനെ തകർക്കാൻ ഇറാൻ ഉപയോഗിക്കുന്ന മിസൈലിന്റെ ചെലവ് അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. വില കൂടിയ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത ഇത്തരം സംവിധാനങ്ങൾ യുദ്ധ സാഹചര്യങ്ങളിൽ ഇറാൻ സൈന്യത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്.